Good morning. Today we are going to start with moral values and ethics. This is the third section of our second module. Okay, morals, values, and ethics. Now, what is morality? It is based on rights and wrongs. Okay, മനുഷ്യരുടെ സ്വഭാവത്തിൽ നമ്മൾ ചിലത് കാണുമ്പോൾ തെറ്റാണെന്നും ചിലത് കാണുമ്പോൾ ശരിയാണെന്നും പറയുന്നു. അതിനെയാണ് ബേസ് ചെയ്തിട്ടാണ് മൊറാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങൾ ശരിയാണെന്നും ചില കാര്യങ്ങൾ തെറ്റാണെന്നും നമ്മുടെ വാല്യൂ സിസ്റ്റം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മളോട് പറഞ്ഞു തരുന്നതും നമ്മുടെ ചുറ്റിനും കാണുന്നതും നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതും ഒക്കെ കൂടെ ചേർന്നാണ് ചില കാര്യങ്ങൾ ശരിയാണെന്നും ചില കാര്യങ്ങൾ തെറ്റാണെന്നും നമ്മൾ ബേസ് ചെയ്യുന്നത്. ഓക്കെ, ആ വാല്യൂസിനെയാണ് മോറൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ, ഇതെല്ലാം ഗുഡ് അല്ലെങ്കിൽ ബാഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? മോറലി ഗുഡ് ആണ് എന്ന് തീരുമാനിക്കുന്നത് ജനറലി എല്ലാവരും ഗുഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് റൈറ്റ് എന്നും, എല്ലാവരും ജനറലി തെറ്റ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തെറ്റെന്നും പറയുന്നത്, റോങ് എന്നും പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലൈയിങ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കള്ളം പറയുന്നത് അത് തെറ്റാ. ചുമ്മാ കള്ളം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാ. ഇനി ചിലപ്പോൾ നല്ല എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയാം. ഒരാളുടെ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കള്ളം പറഞ്ഞു, അതിനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ ഓൺ ഗെയിനിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടിയോ വേറെ എന്തെങ്കിലും ഗെയിനിന് വേണ്ടിയോ കള്ളം പറയുന്നത് ഒരു ക്യാരക്ടർ ഫ്ലോ ആണ്, നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ഒരു ഫ്ലോ, ഒരു തെറ്റാണ്, അത് ഇമ്മോറലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മോറൽ വാല്യൂ. ഇനി there is a difference between moral absolutism and moral relativism. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽ ആബ്സല്യൂട്ടിസം ആൻഡ് മോറൽ റിലേറ്റിവിസം. ഓക്കെ, ഇതിന്റെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടുന്നതാണ്. ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം, ഞാനിടാം. ഇപ്പൊ ഈ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് 5 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കുക. അതിൻ്റെ എന്താണ് മോറൽ അബ്സല്യൂട്ടിസവും റിലേറ്റിവിസവും എന്ന് പറയുന്നത്. വി വിൽ ഡിസ്കസ് ഓഫ് കോഴ്സ് മോറൽ അബ്സല്യൂട്ടിസം. ആ വാക്ക് പറയുന്ന പോലെ അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും ഈ മോറൽസ് ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണ്. ഓക്കെ, അപ്പം മോറൽ അബ്സല്യൂട്ടിസം എന്ന് പറയുമ്പം എല്ലായിടത്തും നമ്മൾ ഒരേ സെറ്റ് ഓഫ് മോറൽ വാല്യൂസ് വേണം ഫോളോ ചെയ്യാൻ എന്ന് വാശി പിടിക്കുന്നതിനാണ് മോറൽ ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. സോ ദ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് മൊറാലിറ്റി, ദാറ്റ് ഇസ് റൈറ്റ്സ് ഓർ റോങ്സ്, ആർ യൂണിവേഴ്സൽ എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ എവ്രിവെയർ ഇൻ ദ വേൾഡ് ഇറ്റ് ഇസ് ദ സെയിം എന്ന് പറയുന്നതിനാണ് മോറൽ ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. അത് എപ്പോഴും ശരിയായിരിക്കണം എന്ന് ഇല്ല, എന്നാൽ നമുക്ക് ചില ആബ്സല്യൂട്ട് ആയിട്ടുള്ള റൂൾസും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സിറ്റുവേഷനെ ബേസ് ചെയ്തോ കൾച്ചറലോ കൾച്ചറലോ ട്രഡീഷൻസിലോ ഒന്നും ബേസ് ചെയ്ത് നമ്മൾ മോറൽസിന് ഒരു ഡിഫറൻസ് കാണുന്നില്ല. ഇൻ എനി ഗിവൺ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ദ സെയിം. ചില ആക്ഷൻസ് റിഗാർഡ്ലെസ് ഓഫ് ദിയർ കോൺസിക്വൻസസ്, ഇതൊന്നും നമുക്ക് അങ്ങനെ അബ്സല്യൂട്ട് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് ഐ ടോൾഡ് യു ദ എക്സാമ്പിൾ ഓഫ് എ ലൈയിങ്. അതെപ്പോഴും ലൈയിങ് തെറ്റാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവണം എന്നില്ല. ഓക്കെ, സോ സം ആക്ഷൻസ് ആർ ഇമ്മോറൽ. ഈ അബ്സല്യൂട്ടിസത്തിൽ പറയുന്നത് ചില ആക്ഷൻസ് തെറ്റാണ്. അത് എന്തുകൊണ്ട് ചെയ്തു എന്നോ അതിന്റെ കോൺസിക്വൻസ് നല്ലതായിരുന്നോ ശരിയായിരുന്നോ തെറ്റായിരുന്നോ ഇതൊന്നും നമ്മൾ നോക്കണ്ട. കള്ളം പറഞ്ഞെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ it may not always be right. പക്ഷേ some things are true everywhere for everyone. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് UN-ന്റെ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ്, ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, അത് ലോകത്ത് എവിടെയാണേലും ആ കാര്യങ്ങൾ ട്രൂ ആണ് എന്നാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, വാട്ട് ഇസ് ദി ആർഗ്യുമെന്റ് എഗെയിൻസ്റ്റ് മോറൽ ആബ്സല്യൂട്ടിസം? ഇത് രണ്ടിലും ഗുഡും ബാഡും ഉണ്ട്. ആബ്സല്യൂട്ടിസത്തിലും റിലേറ്റിവിസത്തിലും ഗുഡും ബാഡും ഉണ്ട്. ഓക്കെ, ആബ്സല്യൂട്ടിസത്തിൽ സർക്കംസ്റ്റൻസിനെ കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ അത് കൺസിഡർ ചെയ്യേണ്ടതല്ലേ? ഓക്കെ, ഒരാള് മോഷ്ടിക്കുന്നത് ശരിയല്ല, കറക്റ്റാ. പക്ഷെ ഒരു കുഞ്ഞാണ് ബ്രെഡ് മോഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രെഡോ എന്തൊരു ആയിക്കോട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മോഷ്ടിക്കുകയാണ്. കാരണം അവന് വിശപ്പാ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്, അതുകൊണ്ട് അവൻ മോഷ്ടിക്കുകയാണ്. അത് ഏത് രീതിയിൽ നമ്മൾ കാണണം, അതിൻ്റെ പ്രതിവിധി എന്തോ? ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ കോൺസിക്വൻസസ് ഓഫ് ആൻ ആക്ട് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു സത്യം പറയുന്നത് നല്ലതാണ്, പക്ഷെ ഒരു സത്യം പറയുമ്പം അതിന് കോൺസിക്വൻസസ് ഉണ്ടെങ്കിൽ, അത് നമ്മളുടെ ജീവിതത്തെ, മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ നമ്മളത് പറയണോ വേണ്ടിയോ, അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. സോ ഈവൻ ദോ സേയിങ് ദ ട്രൂത്ത് ഇസ് റൈറ്റ്, ഈ മോറൽ ആബ്സല്യൂട്ടിസം വെച്ചിട്ട് എല്ലാ സാഹചര്യത്തിലും അത് കറക്റ്റാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ in some places some things might be correct and some things might be wrong. In some other places the same set of rules cannot be used. അപ്പം കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ട്രഡീഷൻസും ഒക്കെ നമ്മൾ അക്കൗണ്ടിൽ എടുക്കണ്ടേ? ഇതും ഒരു ചോദ്യമാണ്. മോറൽ ആബ്സല്യൂട്ടിസത്തിൽ ഇതൊന്നും നമ്മൾ അലൗ ചെയ്യുന്നില്ല. ഓക്കെ, സോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദോസ് മാറ്റേഴ്സ്. അടുത്തത് മോറൽ റിലേറ്റിവിസം. അപ്പോൾ ഒരറ്റമാണ് മോറൽ ആബ്സല്യൂട്ടിസം, ഇന്നതിന്നത് ശരി ഇന്നതിന്നത് തെറ്റ് എന്ന് പറയുന്നതാണ് ആബ്സല്യൂട്ടിസം. റിലേറ്റിവിസം അങ്ങനെയല്ല, ഒന്നും പ്രത്യേകിച്ച് ശരിയോ തെറ്റോ ഇല്ല, സാഹചര്യം അനുസരിച്ച് അവരവർക്ക് തീരുമാനിക്കാം എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും. അത് അങ്ങേ അറ്റമായി. Okay, so there we are saying that different sets of moral rules apply for different cultures and demographics. ഒരു പരിധി വരെ നോക്കിയാൽ കറക്റ്റാണ്. കൾച്ചറിനെ ബേസ് ചെയ്ത് ചില ശരികളും തെറ്റുകളും നമുക്ക് തീരുമാനിക്കാം. ഏജിനെ ബേസ് ചെയ്ത്, ഓക്കെ, ജെൻഡറിനെ ബേസ് ചെയ്ത്, അങ്ങനെ പല രീതി ബേസ് ചെയ്ത്, ഡെമോഗ്രാഫിക്സ് ബേസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം ചിലത് ശരിയും ചിലത് തെറ്റുമാണ് ആ ഏരിയയിൽ. ഓക്കെ, പക്ഷേ is it always applicable? ചിലരുടെ തെറ്റുകൾ ചിലരുടെ ശരികളാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് പീപ്പിളും മിങ്കിൾ ചെയ്താണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? അതേപോലെ തന്നെ കാലങ്ങൾക്ക് മുമ്പുള്ള ശരികൾ ഇന്ന് ശരികളാണോ? നമ്മുടെ പല മോറൽ വാല്യൂസും നമ്മുടെ എത്തിക്കൽ വാല്യൂസും ഒക്കെ വരുന്നത് പഴയ നമ്മുടെ റിലീജിയൻസിൽ നിന്നും, വൈസ് പീപ്പിൾ പറഞ്ഞതിൽ നിന്നും, നമ്മുടെ പഴയ ട്രഡീഷൻസിൽ നിന്നും ഒക്കെയാണ്. അത് അന്ന് ശരിയായിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ശരി ആണോ, അത് നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? ഇസ് ഇറ്റ് അക്സെപ്റ്റബിൾ ടുഡേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടില്ലേ? ഓക്കെ, സോ ഇതിലൊക്കെ ബേസ് ചെയ്താണ് റിലേറ്റിവിസം വന്നിരിക്കുന്നത്. പക്ഷെ ആ റിലേറ്റിവിസം എപ്പോഴും ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം റിലേറ്റിവിസത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് തീരുമാനിക്കാം എന്താണ് ശരി എന്താണ് തെറ്റെന്നാണെന്നുണ്ടെങ്കിൽ ഏത് ലെവൽ വരെ നമുക്കത് അലൗ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും? സൊസൈറ്റിയിൽ അത് അക്സെപ്റ്റബിൾ ആണോ? എല്ലാ മനുഷ്യർക്കും അത് ശരിയായിരിക്കുമോ എന്നുള്ളത് ഒരു പ്രശ്നം. ഓക്കെ, പിന്നെ റിലേറ്റിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവര് തീരുമാനിക്കുന്നു അവരവരുടെ ശരികളും തെറ്റുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no clear standard. ഓക്കെ, ഇപ്പോൾ UK-ലും US-ലും വേറെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. മോറൽ പെർസ്പെക്റ്റീവ്സ് എങ്ങനെ ജഡ്ജ് ചെയ്യും? ഒരു പ്രശ്നം നടന്നു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു മോഷണം നടന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു, അതിനെ ഏത് രീതിയിൽ ജഡ്ജ് ചെയ്യും? നമ്മളിത് റിലേറ്റീവ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇന്ന ആൾക്കാർക്ക് അത് ഓക്കെയാണ്, അവരുടെ കൾച്ചറിൽ അത് ഓക്കെയാണ്, അതുകൊണ്ട് അത് നമുക്ക് അലൗ ചെയ്ത് കൊടുക്കാം. ഇന്ന കൾച്ചറിൽ അത് ഓക്കെ അല്ല, അതുകൊണ്ട് അത് അലൗ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ നമുക്കൊരു ലാൻഡിന്റെ റൂൾ ഉണ്ടാക്കാനായിട്ട് കഴിയുമോ? നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പിന്നെ മോറൽ റിലേറ്റിവിസത്തിൽ കൾച്ചേഴ്സിൽ പറ്റും എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസിലും പറ്റത്തില്ലേ? ഓരോ ഇൻഡിവിജ്വലിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ്, അവർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, അവരുടെ ശരികളും തെറ്റുകളും ഡിഫറെൻ്റ് ആണ്. അപ്പൊ അവരുടെ ശരിയും തെറ്റും അനുസരിച്ച് അവർ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ടേ?
അങ്ങനെയാകുമ്പം എന്താവും നമ്മുടെ സൊസൈറ്റിയുടെ സാഹചര്യം? അത് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? ഇസിൻറ്റ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അടുത്ത ഒരു പ്രശ്നം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ആർബിട്രറിയാണ്. വി ഹാവ് ഗോട്ട് all kinds of people in every country, in every region, in every area. പല എത്തനിസിറ്റി ഉള്ളവരുണ്ടാവും, പല കൾച്ചറിൽ നിന്ന് വന്നവരുണ്ടാവും, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളവരുണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ റൂൾസ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ റൂൾസ് എൻഫോഴ്സ് ചെയ്യാനായിട്ട് പോകുന്നത്? അത് ഫെയർ ആണ് എന്നുള്ളത് അടുത്ത ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ്, രണ്ടിലും നല്ലതുകൊണ്ട് തീയതുമുണ്ട്. സോ ഹൗ ഡു വി റെക്കൺസൈൽ ദീസ് ടു? അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നൗ അടുത്തത് വാല്യൂസ്. വാല്യൂസ് എന്ന് പറയുന്നത് എന്തോ? മോറൽസും വാല്യൂസും എത്തിക്സും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. വാല്യൂസ് എന്ന് പറയുന്നത് എന്തോ? നമ്മുടെ ഒരു എൻഡ്യൂറിങ് ബിലീഫാണ്. ചെറുപ്പത്തിൽ തൊട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എല്ലാവരുടെയും വെൽബീയിങ്ങിന് വേണ്ടി, നമ്മുടെയും മറ്റുള്ളവരുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ടാണ് നമ്മളെ അത് പഠിപ്പിച്ചു തരുന്നത്. ദീസ് ആർ പ്രിൻസിപ്പിൾസ്. നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സത്യസന്ധത വരും. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള നമ്മളെ എത്രത്തോളം മറ്റുള്ളവർക്ക് വിശ്വസിക്കാം, അതാണ് ഇൻറ്റഗ്രിറ്റി. നമ്മുടെ സർവീസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഷെയറിങ്, മറ്റുള്ളവരും ആയിട്ട് സഹകരിക്കുന്നത്, അവരെ കെയർ ചെയ്യുന്നത്, അവരെ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം വാല്യൂസിൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമല്ല, നമ്മൾ എല്ലാ ആൾക്കാരുടെയും ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് വേറെ വേറെ കാര്യങ്ങളാണ്. ഈ വേറെ വേറെ കാര്യങ്ങൾ ഓരോരുത്തരും കാണുന്നത് കാരണം തന്നെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തർക്കും. അതുപോലെ തന്നെ ഓരോ വാല്യൂവിൻ്റെയും പ്രയോറിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ മെൻ്റലി, ഫിസിക്കലി, സൈക്കോളജിക്കലി എൻ്റെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ വേറൊരാളുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വാല്യൂ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സും ആവശ്യമാണ്. സൊസൈറ്റിക്ക് ഒരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു വാല്യൂ സിസ്റ്റവും ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെ കണ്ടുകൊണ്ട് മാസ്ലോസ് നീഡ് ഹയറാർക്കി എന്ന് പറഞ്ഞ് ഒരു ഹയറാർക്കി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ 3 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ബേസിക് നീഡ്സ്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമുള്ള നീഡ്സ് ആണ് ബേസിക് നീഡ്സ്. അത് സാറ്റിസ്ഫൈഡ് ആകുവാണെങ്കിൽ മാത്രമാണ് ശരിക്കും അടുത്ത ലെവൽ സൈക്കോളജിക്കൽ നീഡ്സ്, നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വേണം എന്ന് തോന്നുന്നത് ഈ 2 ബേസിക് നീഡ്സ് മീറ്റ് ആയെങ്കിൽ മാത്രമാണ്. ഈ സൈക്കോളജിക്കൽ നീഡ്സും കൂടെ, ദാറ്റ് മീൻസ് ഒരു വെൽ റൗണ്ടഡ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് സെൽഫ് ഫുൾഫിൽമെന്റ് വേണം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് നീഡ്സിൽ വരുന്നതാണ് ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്, ഫുഡ്, സ്ലീപ്പ്, വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ ഷെൽട്ടറിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് സേഫ്റ്റി വേണം. ഓക്കെ, സോ അത് രണ്ടുമാണ് ബേസിക് നീഡ്സ്. ഈ 2 കാര്യങ്ങൾ ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ ഉണ്ടെങ്കിലാണ് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ കടക്കുന്നത്. അവിടെ വി വോണ്ട് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, നമ്മളെ ആൾക്കാരെ അംഗീകരിക്കുന്നുവെന്നും നമ്മളെ സ്നേഹിക്കുന്നുവെന്നും നമ്മൾ ഇന്നടുത്ത് നമ്മൾ സേഫ് ആണെന്നും ഒക്കെയുള്ള സൈക്കോളജിക്കൽ നീഡ്സ് പിന്നെയാണ് വരുന്നത്. അവിടെ നമുക്ക് റെസ്പെക്റ്റ് വേണം, സ്റ്റാറ്റസ് വേണം, റെക്കഗ്നിഷൻ വേണം, സെൽഫ് എസ്റ്റീം വേണം. ഇതൊക്കെ വരുന്നത് ഈ സെക്കൻഡ് ലെവലിലാണ്. ഓക്കെ, ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ശരിക്കും സെൽഫ് ഫുൾഫിൽമെന്റിലേക്ക് വരത്തുള്ളൂ. നമ്മളിൽ തന്നെ നമുക്ക് ചില വാല്യൂസ് ഉണ്ട്. എനിക്ക് എൻ്റെ
ഞാൻ എന്ന വ്യക്തിക്ക് നേടാൻ കഴിയുന്ന മാക്സിമം ലെവലിലേക്ക് എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് നേടിയെടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കാൻ അന്നേരം മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. അതാണ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ്. ഓക്കെ, ഇപ്പം ഈ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടുന്നതായിരിക്കും, നിങ്ങളത് കേട്ട് നോക്കുക. ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. ഈ ഇമേജിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ലിങ്കിൽ നിന്നാണ്, എൻ്റെ ഇമേജ് അല്ല. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു എത്തിക്സ്. എത്തിക്സ് എന്ന് പറയുന്നത് വേഗമായിട്ടുള്ള ഒരു കാര്യമല്ല. There are a written അല്ലെങ്കിൽ verbal set of codes or moral principles based on not feelings or emotions. Okay, not needs. It's based on reason and logic. Okay, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ലോജിക്കലി സെൻസിബിളി ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് ഒരു പർട്ടിക്കുലർ പേഴ്സണ് സമൂഹത്തിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു, റൈറ്റ്സ് ആൻഡ് റോങ്സ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എത്തിക്സ് സിസ്റ്റമാണ് നമ്മൾ എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്. ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ബൈ certain bodies, engineering bodies, based on which we do our actions and our responses in a particular situation. Okay, normally ഈ എത്തിക്സ്, വർക്ക് എത്തിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു സെറ്റ് ഓഫ് റൂൾസിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഡിസൈഡ് ചെയ്യാനായിട്ട് യൂണിവേഴ്സൽ വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ്, ഇക്വാളിറ്റി, concern for fellow human beings, concern for environment, അങ്ങനെ പല യൂണിവേഴ്സൽ വാല്യൂസിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു കോഡ് ഓഫ് എത്തിക്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. Now, since we are engineering and ഈ ലൈഫ് സ്കിൽസ് നിങ്ങൾ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത് കാരണം we are only looking at work ethics. ഓക്കെ, എത്തിക്സ് എല്ലാ ഏരിയയിലും വേണം, ബട്ട് വർക്ക് എത്തിക്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് വർക്ക് എത്തിക്സ്? ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കോഡ് ഓഫ് ബിഹേവിയർ ഇസ് വർക്ക് എത്തിക്സ്. ആ സ്റ്റാൻഡേർഡിനെയാണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ആയിരിക്കണം? എല്ലാവർക്കും വേണ്ടി, എംപ്ലോയീസിന് വേണ്ടി, ഓർഗനൈസേഷന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി ഉതകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സെറ്റ് ഓഫ് ബിഹേവിയർ കോഡ്സ്, നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദി ബേസിക് എലമെന്റ്സ് ഓഫ് വർക്ക് എത്തിക്സ്? ഒന്ന്, ഇന്റഗ്രിറ്റി ആൻഡ് ലോയൽറ്റി. സത്യസന്ധതയും നമ്മുടെ കമ്പനിയോട് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനോട് നമ്മൾ കാണിക്കുന്ന കൂറ്, ഇതാണ് ഇന്റഗ്രിറ്റി ആൻഡ് ലോയൽറ്റി. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് ബീങ് ഓണസ്റ്റ് ആൻഡ് മോറലി അപ്രൈറ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധതയുള്ളതായിരിക്കണം, അതുപോലെ തന്നെ മോറൽ ആയിരിക്കണം, ശരിയായിരിക്കണം, നമ്മുടെ കോൺഷ്യൻസും ശരിയായിരിക്കണം. ആ ശരി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആയിരിക്കണം. എപ്പോഴും സാഹചര്യം ഏതുമായിക്കോട്ടെ ആ സാഹചര്യത്തിൽ കറക്റ്റായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം, ആ വില്ലിങ്നെസ്. ഇനി ഞാൻ പറഞ്ഞു, റിട്ടേൺ ആയിട്ടുള്ള സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ടാവും പല കമ്പനികൾക്കും. അവരുടെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, വർക്ക് എത്തിക്സ് ഒക്കെ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, നമ്മുടെ ചിന്തകളും സംസാരവും പ്രവൃത്തിയും ഒക്കെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ വായും കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. എല്ലാവരും അവരോട് തോന്നുന്ന പോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥാപനം പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അടുത്തത് വേണ്ടിയത് പ്രൊഫഷണലിസമാണ്. ഓക്കെ, പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സാഹചര്യം എപ്പോഴും അങ്ങ് പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും, നമുക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നും ഫേസ് ചെയ്യുന്ന പല ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് വേണം. കോമ്പിറ്റൻ്റ് ആയിരിക്കണം നമ്മുടെ ജോലി, നമ്മൾ കോമ്പിറ്റൻ്റ് ആയിട്ട് ചെയ്തിരിക്കണം. നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ ഗുഡ് ജഡ്ജ്മെൻറ്റോടും കൂടിയും പൊളൈറ്റ് ബിഹേവിയറിലും ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ദിസ് കംസ് ത്രൂ അവർ പ്രൊഫഷണൽ ട്രെയിനിങ്. ക്വാളിറ്റി ഔട്ട്പുട്ട്, നമ്മളെ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ക്വാളിറ്റി ആയിട്ട് ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. റെസ്പോൺസിബിൾ ആയിരിക്കണം. എപ്പോഴും
നമ്മുടെ പേഴ്സണൽ സാഹചര്യം എന്താണേലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. പിന്നെ പ്രൊഫഷണലിസത്തിൽ വരുന്നത് നമ്മൾ നമ്മുടെ ജോലി അറിഞ്ഞിരിക്കണം. വി മസ്റ്റ് നോ ഹൗ ടു ഡു അവർ ജോബ്. ആ സ്കില്ല് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം, ശ്രമം നടത്തണം, പെർസിവിയറൻസ്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് ആവശ്യമായ മേൽനോട്ടം വഹിച്ച് മറ്റുള്ളവരെയും കൂടെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ലീഡർഷിപ്പ് സ്കിൽസ് നമുക്കുണ്ടായിരിക്കും. ഇതാണ് പ്രൊഫഷണലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് റെസ്പെക്ട് ആൻഡ് കെയർ. മറ്റുള്ളവരെ കരുതാനും അവരെ റെസ്പെക്ട് ചെയ്യാനും. അവരെ ഇൻഡിവിജ്വൽസ് ആണ്. ഒരാൾക്ക് തെറ്റുകളുണ്ടാവും, ശരികളുണ്ടാവും. ആ തെറ്റുകളെ കുറയ്ക്കാനായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ അതിനെ കുറയ്ക്കാനായിട്ടും നല്ല കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിനെ റിവാർഡ് ചെയ്ത് അതിനെ മറ്റുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. വി മസ്റ്റ് പ്രൊമോട്ട് harmony and ethics, acknowledging differences and respecting each person. ഓക്കെ, നമ്മൾ ജെന്യുവിൻലി മറ്റുള്ളവരെ നമ്മൾ കെയർ ചെയ്തിരും, കമ്പാഷൻ ഉണ്ടായിരിക്കണം. ഒരാൾ ഒരു ഡിഫിക്കൽട്ടിയിലൂടെ പോകുവാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനും കൈൻഡായിട്ടും കൺസിഡറേറ്റ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യാനും ഒക്കെ തയ്യാറായിരിക്കണം. ഒരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്ത് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരും ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇതും നമുക്ക് ഉണ്ടായിരിക്കണം. കോപ്പറേഷൻ ജോലി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. കാരണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സെയിം ആണ്. വി ഹാവ് എ കോമൺ ഗോൾ. ഇന്നത് ചെയ്തെടുക്കുക. ഓക്കെ, അത് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് അത് ആ പറയുന്ന ഡെഡ് ലൈനിനുള്ളിൽ ആ ജോലി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ദാറ്റ് ഇസ് വൈ കോപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫെയർനെസ്. ഫെയർനെസ് എന്ന് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പോളിസികൾ ഈ ഒരു ജസ്റ്റിസെ ബേസ് ചെയ്തിട്ടായിരിക്കണം. നല്ലത് ചെയ്യുന്നവർക്ക് റിവാർഡ് കിട്ടണം, അങ്ങനെ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ടത് കമ്പനി പോളിസീസും മാനേജ്മെന്റുമാണ്. ഓക്കെ, ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കത്തില്ല. എംപ്ലോയീസ് ഹാപ്പി അല്ലാത്ത ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് പോകും എന്ന് നമുക്ക് ചിന്തിക്കാനും കഴിയത്തില്ല. ഓക്കെ, ട്രസ്റ്റ് വേർതിനെസ്. നമ്മളെ മറ്റുള്ളവർക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. എന്താണ് ട്രസ്റ്റ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു സെറ്റ് ഓഫ് വാല്യൂസെ ബേസ് ചെയ്തിട്ടായിരിക്കണം, നമ്മുടെ എത്തിക്സെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഈവൻ വെൻ ദർ ഇസ് നോബഡി എൽസ് ടു കൺട്രോൾ. അതിനെയാണ് ട്രസ്റ്റ് വേർതിനെസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് വേറൊരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ക്രമേണ നമ്മുടെ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ് ഓക്കെ ഈ വ്യക്തിയെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കൊള്ളാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കൊള്ളത്തില്ല എന്നുള്ളത്. ഓക്കെ, സോ ഓവർ ടൈം. അങ്ങനെ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ഒരു കാര്യമാണ്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും വലിയ കാര്യങ്ങളിൽ വിശ്വസ്തത ഉണ്ടാവത്തില്ല. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു ബൈബിൾ വാചകമാണ്. പക്ഷെ പുള്ളി അത് പറഞ്ഞത് ഇങ്ങനെയാണ്. ബൈബിൾ വാചകം ഇതല്ല, അതേ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാചകമാണ്. ഹൂഎവർ ഇസ് കെയർലെസ് വിത്ത് ട്രൂത്ത്, സത്യം ആയിട്ട് കെയർലെസ് ആണ് ഇൻ സ്മോൾ മാറ്റേഴ്സ്, ഹി കനോട്ട് ബി ട്രസ്റ്റഡ് വിത്ത് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അതാണ് ഇവിടെ പുള്ളി അത് പാരഫ്രൈസ് ചെയ്തിരിക്കുക. ഓക്കെ, സോ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട വലിയ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിശ്വസ്തയോടെ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ട്രസ്റ്റ് വേർതിനെസ്. ഓക്കെ, നൗ വാട്ട് ഇസ് എ നീഡ് ഫോർ വർക്ക് എത്തിക്സ്? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്ന്, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ കമ്പനിക്ക്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു റെസ്ട്രെയിൻ്റ് ആണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന പ്രശ്നം ഉണ്ടാകാം, എൻ്റെ ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകാം. അങ്ങനെ നമുക്ക് അപ്പം
വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു തട. ഓക്കെ, ഒരു സൈക്കോളജിക്കൽ റെസ്ട്രെയിൻറ്റ്. 2, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, ജസ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് സന്തോഷത്തോടെ ജോലി ചെയ്യാനായിട്ടും അറ്റ്മോസ്ഫിയർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധം നമുക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ടും കഴിയും. അത് 2. 3, നമുക്ക് ഈ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ, എത്തിക്കലി ആണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മൾ കാഴ്ചവെക്കുന്ന ക്വാളിറ്റി സുപ്പീരിയർ ആയിരിക്കും. അപ്പൊ എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാവരും കസ്റ്റമേഴ്സ്, നമ്മുടെ സുപ്പീരിയേഴ്സ്, കമ്പനി, എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഇത് മാത്രമല്ല എത്തിക്കൽ ആയിട്ടുള്ളൊരു സെറ്റ് ഓഫ് റൂൾസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് പ്ലേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നതിന് എപ്പോഴും ഒരു തടയുണ്ടാകും. ഏത് രീതിയിൽ വേണേലും ആർക്ക് വേണേലും ബിഹേവ് ചെയ്യാം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ദർ വിൽ ബി എ സോഷ്യൽ കൺട്രോൾ. Okay, it can help to avoid accidents and exposure. വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും, മിസ്യൂസ് ചെയ്യുന്ന റിസോഴ്സസ് മിസ്യൂസ് ചെയ്യുന്നതിൽ നിന്നും ഒക്കെ തടയാനായിട്ട് കഴിയും, അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഓൾസോ ഇഫ് ദർ ആർ സ്റ്റാൻഡേർഡ്സ്, സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടും ലോങ് ടേമിൽ നമ്മൾ ചെയ്യുന്ന ജോലി മറ്റുള്ളവരെ എഫക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടായിരിക്കും എന്നുള്ളതൊക്കെ നോക്കാനായിട്ടും ഇത് സഹായിക്കും. ദാറ്റ് ഇസ് വൈ വർക്ക് എത്തിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി എന്താണ് ഈ വർക്ക് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ജോലി ചെയ്യാനായിട്ട് വരുന്നത് 2016. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തത് RIT. RITയിലെ വർക്കിൻ്റെ ഒരു ഡൈനാമിക്സും ഇവിടുത്തെ വർക്കിൻ്റെ ഒരു ഡൈനാമിക്സും ഡിഫറെൻ്റാണ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവിടെ കാലങ്ങളായിട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു പർട്ടിക്കുലർ ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ആര് വരുമ്പോഴും ആ ഫ്ലോയിലേക്ക് ചേർന്ന് പോകാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമേ തന്നെ വർക്ക് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓർഗനൈസേഷനിൽ പല രീതികളുണ്ടാകും, പക്ഷെ ഓരോരുത്തർക്കും ഉണ്ടാകും ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ വർക്ക് ചെയ്യുന്നതിന്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ ക്യാരക്ടറും അവരുടെ വാല്യൂസും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും വർക്ക് എത്തിക്സിനെ. ഓക്കെ, ഇത് രണ്ടും കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക് കോഡ് ഓഫ് കോണ്ടക്ട് ആൻഡ് പോളിസീസ്. കൃത്യമായിട്ട് റൂൾസ് ഉണ്ടായിരിക്കണം. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടുണ്ട്. ഓരോ സാഹചര്യത്തിൽ ആരാണ് ആക്ഷൻ എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഇതിനെല്ലാത്തിനും കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ വർക്ക് അറ്റ്മോസ്ഫിയർ ഗുഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, now what are the common causes and common forms of unethical behavior? Okay, causes can be അറിയത്തില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അറിയത്തില്ല. ഓക്കെ, ഇനി ചിലർക്ക് ഇപ്പോൾ നമ്മൾ സെയിൽസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ടാർഗറ്റൊക്കെ അൺറിയലൈസബിൾ ടാർഗറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ കള്ളത്തരം ചെയ്യാനായിട്ട് അവർക്ക് പ്രവണത കൂടുതലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാല് വെട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാതിനങ്ങൾ കാണിക്കാനും ഒക്കെയുള്ള പ്രവണത കൂടുതലായിരിക്കും. അതുകൊണ്ട് അൺഡ്യൂ എംഫസിസ് ഓൺ പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിയർ പ്രഷർ, ഓക്കെ, അവർ ഇത്രയും ടാർഗറ്റ് മീറ്റ് ചെയ്തു, അപ്പോൾ എനിക്കും അത്രയും ടാർഗറ്റ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ പ്രഷേഴ്സ് ഉണ്ടെങ്കിലും ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. റിട്ടേൺ കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ല, ആരും എങ്ങും എഴുതി വെച്ചിട്ടില്ല ഇത് ഞാൻ ചെയ്യണമെന്നോ ഇത് ഇന്നത് ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പം എല്ലാവർക്കും തോന്നുന്ന രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ്. ഓക്കെ, പിന്നത്തെ ഒരു പ്രശ്നം വാല്യൂസിലാണ്. നമുക്ക് വി ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവരെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു, കോവർക്കേഴ്സിനെ, കസ്റ്റമേഴ്സിനെ, സൊസൈറ്റിയെ, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ, ഇതൊന്നും നമുക്ക് ബോധറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അപ്പം അത് we have a disregard for others that can cause unethical behavior. പിന്നെ ജനറൽ ആയിട്ട് നമ്മുടെ ക്യാരക്ടർ തന്നെ ഫ്ലോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? അൺഎത്തിക്കൽ ബിഹേവിയർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ കോസസ്. ഇനി what are the forms of unethical behavior? Some forms ആണ് ഈ പറയുന്നത്.
ഇത്രയും ഡിഫറെൻറ്റ് വേസിൽ പീപ്പിൾ ക്യാൻ ബിഹേവ് അൺഎത്തിക്കലി. സം ഫോംസ് ജനറലായിട്ട് നമ്മുടെ കമ്പനിയുടെ ടൈം ആൻഡ് റിസോഴ്സസ് മിസ്യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുക്കാതെ എങ്കിൽ അത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. എനിക്ക് തരുന്ന ശമ്പളത്തിന് ഞാൻ പ്രോപ്പറായിട്ട് ജോലി ചെയ്യാനായിട്ട് എനിക്ക് വിതിൻ ദ ലിമിറ്റേഷൻസ്. ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇപ്പം റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് അൺസ്റ്റേബിളാണ്. അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഞാൻ പ്രീ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ക്ലാസ് എടുക്കാനിരിക്കുമ്പം നെറ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങളുടെ സമയവും ഞാൻ വേസ്റ്റ് ചെയ്യുവാണ്, ഞാൻ കമ്പനിയുടെ ടൈം, അതായത് എൻ്റെ സ്ഥാപനത്തിൻ്റെ സമയവും വേസ്റ്റ് ചെയ്യുവാണ്. ഐ എം നോട്ട് ഡൂയിങ് ദ വർക്ക് ദാറ്റ് ഐ എം ബീങ് പെയ്ഡ് ഫോർ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, സോ മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. ഓക്കെ, എംപ്ലോയി തെഫ്റ്റ്. ഓക്കെ, ഞാനിപ്പം ഇവിടെ എനിക്ക് കുറേ കെട്ട് പേപ്പേഴ്സ് ഉണ്ട്. ആ പേപ്പേഴ്സിൽ നിന്ന് ഒരു കെട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യും. അത് ശരിയാണ്? പേനകൾ, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് തരുന്ന റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കമ്പനിക്ക് വേണ്ടിയായിരിക്കണം. ഓക്കെ, ലൈയിങ് ആൻഡ് അബ്യൂസീവ് ബിഹേവിയർ, ഇത് നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നു, ഈവൻ പിയേഴ്സ് ബിഹേവ് ചെയ്യുന്നത് കള്ളത്തരവും മറ്റുള്ളവരെ വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്തും ഒക്കെയുള്ള ഹരാസ്മെന്റ് നടത്തുന്നത്, ഇതൊക്കെ അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. ഓക്കെ, നമ്മൾ വേറൊരാൾ ചെയ്ത വർക്ക് നമ്മൾ ചെയ്തു എന്ന് മറ്റുള്ളവരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു. നെപ്പോട്ടിസം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇന്റർവ്യൂ നടത്തുന്നു, എന്നിട്ട് എൻ്റെ റിലേഷൻസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എനിക്കറിയാവുന്നവർക്ക് ഞാൻ ആ ജോലി കൊടുക്കുന്നു. അതൊരു നെപ്പോട്ടിസം ആക്ട് ആണ്. ദിസ് ഇസ് നോർമലി ഇൻ കമ്പനീസ്. ഇപ്പം ഞാൻ ഹൈ അതോറിറ്റി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനും റിലേഷൻസിനും ഒക്കെ വെദർ ദേ ഡിസേർവ് ദ ജോബ് ഓർ നോട്ട്, ഐ എം ഗിവിംഗ് ദം ദ ജോബ്. ദാറ്റ് ഇസ് കോൾഡ് നെപ്പോട്ടിസം. ഇതൊക്കെ ചില അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. ദർ ഇസ് lot more that we can talk about. Okay, now how can we promote good work ethics? ഏറ്റവും ഒന്നാമത്തെ കാര്യം, ആദ്യം ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരിക്കണം, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഇത് കൃത്യമായിട്ട് റിട്ടൺ ആയിട്ടും അല്ലാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പുതിയതായിട്ട് ആൾക്കാർ വരുമ്പം അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. നമ്മൾ തന്നെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ബിഹേവ് ചെയ്യുന്നത് ആ സെറ്റ് ഓഫ് കോഡും കോണ്ടക്റ്റും ഒക്കെ അഡ്ഹിയർ ചെയ്തായിരിക്കണം. ഓക്കെ, നമ്മൾ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് എത്തിക്കലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് റിവാർഡും ചെയ്യണം, അല്ലാത്തവർക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുകയും വേണം. ഓക്കെ, എല്ലാ ലെവൽ ഓഫ് ആൾക്കാരും എല്ലാവരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ചെയ്യുന്നതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും അത് പ്രയോജനമാണ് എന്ന് നമുക്ക് എല്ലാ ലെവൽ ഓഫ് ആൾക്കാരെയും നമ്മൾ ഇൻവോൾവ് ചെയ്ത് വേണം ഈ സെറ്റ് ഓഫ് കോഡ് നമ്മൾ ഡിസൈൻ ചെയ്യാനും പ്രാവർത്തികമാക്കാനും എൻഷുർ ചെയ്യാനും ഒക്കെ ചെയ്യാനും. Okay, now there is a difference, is the last thing, there is a difference between work ethics and work ethic. Okay, work ethics ഇത്രയും നേരം ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. വർക്ക് എത്തിക് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന മോറൽ വാല്യൂസ് നമ്മുടെ ക്യാരക്ടറിനെയും കൂടെ സ്ട്രെങ്തൻ ചെയ്യും. ആ അബിലിറ്റിനെയാണ് വർക്ക് എത്തിക് എന്ന് പറയുന്നത്. That is my work ethic. Okay, so with this I am stopping today's lesson. If you have any doubts, please feel free to contact me. Thank you for now.